റെഡിയല്ലേ? യെസ് ബോസ്. ഓക്കെ. അപ്പം എൻ്റെ മൂത്ത് എവിടെയാണല്ലോ അല്ലേ? എൻ്റെ മൂത്ത് കയറി. ആ സെറ്റ്. ഓക്കെ, നീ അവിടെ നോക്കട്ടോ. ഇതേ നോക്കട്ടോ വർത്താനം. ഓക്കെ 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 സെറ്റല്ലേ? നീ ഇങ്ങോട്ട് നീങ്ങിരിക്കണേ ഇവിടെ. ഞാനുള്ള സ്പീഡ് നിറഞ്ഞേക്കണേ. എന്റെ ചീര ബെയിലായി പോയി. അതെ 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 അതെ. ഹായ് ഗൈസ്, അപ്പം വെൽക്കം. ഇന്ന് നമ്മുടെ ഡെയിലി വ്ളോഗിന്റെ മാത്രമല്ല, മൊത്തത്തിലുള്ള ഒരു ആദ്യത്തെ വീഡിയോ എന്ന് പറയാം. നമ്മൾ കുറേയൊക്കെ വീഡിയോസ് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇടുമെങ്കിലും യൂട്യൂബിലേക്ക് നമ്മൾ വീഡിയോ ഇടാനായിട്ട് അങ്ങനെ തീരുമാനം എടുത്തു അവസാനം. അതെ, അറ്റ് ലാസ്റ്റ് തീരുമാനിച്ചു. എന്ത് കണ്ടന്റ് ഇടണമെന്ന് പ്രത്യേകിച്ചൊന്നും അറിയത്തില്ല. നമുക്ക് ഡെയിലി അങ്ങ് ഡെയിലി വ്ളോഗ് എന്നുള്ള രീതിക്ക് ഇട്ടേക്കാന്ന് വെച്ചു. അപ്പം ഡെയിലി എന്തൊക്കെയാണോ നടക്കുന്നത് അങ്ങനത്തെ കുറെ സാധനങ്ങൾ മാക്സിമം എല്ലാ സാധനവും ഇടണം. രാവിലെ തൊട്ട് രാത്രി വരെ എന്തൊക്കെ സംഭവിക്കുന്നു അതെല്ലാം ഇടണം. ഒരെണ്ണം മിസ് ചെയ്യരുത്. അങ്ങനെ നിങ്ങൾക്ക് നമ്മുടെ വ്ളോഗിലേക്ക് വരാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വിളിച്ചാൽ മതി, നമുക്ക് വീഡിയോ എടുക്കാം. അതെ അതെ. പിന്നെ ഓൾവേസ് വെൽക്കംസ് യു. പിന്നെ ഇന്നത്തെ പരിപാടി എന്താന്ന് പറയാം. ഇന്ന് രാവിലെ വീട്ടിൽ കറണ്ട് ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ നേരെ അലീനെ വിളിച്ച് അലീന്റെ അടുത്തേക്ക് വന്നു. ഇവിടെ കറണ്ടില്ല വന്നിട്ട് ചുമ്മാ കുറെ നേരത്തെ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. കുറെ 2-3 വർക്കിന്റെ അതെല്ലാം എഡിറ്റ് ചെയ്ത് തീർത്തു. പിന്നെ കുറെ ക്ലാസ് ഉണ്ടായിരുന്നു, ക്ലാസ് തീർത്തു. പിന്നെ അപ്പനെ ഏറി കയറ്റാൻ വേണ്ടി കുറച്ച് വീഡിയോസ് വെച്ചിട്ടുണ്ട്. എന്റെ കർത്താവേ, കല്ലിയല്ല ക്ലോസ്. അതെ അതെ. ഇന്ന് അങ്ങനെ ഫുള്ള് പരിപാടി. പിന്നെ ഇവിടെ എന്റെ മമ്മിയുടെ കുറെ ചക്ക ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കുറച്ച് ഷോട്ടൊക്കെ, ചക്ക, മാങ്ങ, ഏത്തപ്പഴം എല്ലാം ഉണ്ടായിരുന്നു. ഇനിയിപ്പോ ഒരു പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ ഒരു ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആണ്. അവന്റെ ബർത്ത്ഡേ അവന്റെ കത്തം അല്ല, അവന്റെ ബർത്ത്ഡേ ആണല്ലോ ഫസ്റ്റ് വ്ളോഗ് വരാൻ പോകുന്നത്. അതിന്റെ ക്രെഡിറ്റ് അവന് ഇരിക്കട്ടെ. അവന് തോർക്കണം അടുത്തല്ല. അതെ. അപ്പൊ ഇനി നേരെ അവന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. ചെന്നിട്ട് അവന്റെ താടി പിടിക്കാനാണ് പ്ലാൻ. 4-5 വർഷമായിട്ട് ഇങ്ങനെ കൊണ്ടുനടക്കുന്ന സാധനം അത്. എന്തായാലും പിടിക്കണം. അത് ഇന്ന് കൊഴിഞ്ഞു വീഴും. അപ്പം അതിന്റെ കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ ഇതെന്തായാലും ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് രാവിലെ തന്നെ ഈ വീഡിയോ എടുക്കണമെന്ന് പ്ലാൻ ചെയ്തതാണ്. പക്ഷേ നമുക്കറിയത്തില്ല ഇതിന്റെ പരിപാടി എന്താണെന്നൊന്നും. അപ്പം ചിലപ്പം ഈ വീഡിയോ ഒക്കെ ആണ് ആൾക്കാർ 1 മില്യനൊക്കെ അടിക്കുമ്പോഴായിരുന്നെങ്കിലോ ജസ്റ്റ് ഇമാജിൻ നമ്മള് വലിയ ആൾക്കാരായി കഴിഞ്ഞിട്ട് ആൾക്കാർ എന്തെങ്കിലും സ്ക്രോൾ ചെയ്തത് നമ്മള് വലിയ ആൾക്കാരെ ഫസ്റ്റ് വീഡിയോ എന്താ നോക്കിയത്. അതുപോലെ ആൾക്കാർ ഈ വീഡിയോ എങ്കിലും കാണാം ഇങ്ങനെയായിരുന്നല്ലേ, ആ ലെവലിൽ നിന്ന് അവന്മാർ ഇങ്ങനെയായെന്നൊക്കെ പറയണം. നാളെ വീഡിയോ ആൾക്കറിയാം. ഡെയിലി വീഡിയോ ഇടാൻ നോക്കും. നീ നോക്കണം. നമ്മൾ നോക്കും. അതെ, നമ്മൾ നോക്കും. എന്ത് മൂപ്പിക്കാറുള്ളതിനായതുകൊണ്ടും അവർ ബാക്ക് ബോൺ അപ്പം എന്തായാലും കാണുന്ന ആൾക്കാർക്കൊക്കെ നമ്മളെ അറിയായിരിക്കും. നമ്മുടെ വീഡിയോസും എന്തൊക്കെയാണ് നമ്മളിവിടെ ഒപ്പിച്ചു വെക്കുന്നതെന്നുള്ള കുറെ ഐഡിയാസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെന്ന് തോന്നുന്നു. അതെ. അപ്പം എന്തായാലും ബാക്കി വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്ക്. അല്ല, ബാക്കി വീഡിയോ അല്ല, ഈ വീഡിയോന്റെ ബാക്കി കണ്ടു നോക്ക്. ഓക്കെ, അപ്പൊ ബൈ, സീ യു. അവസാനത്തെ ചിരി കണ്ടോ? നാണം കുടുങ്ങിയുള്ള ചിരി കണ്ടോ? മമ്മിക്ക് ഇഷ്ടപ്പെട്ടോ? മമ്മിക്ക് ഇഷ്ടപ്പെട്ടോ? ചിരി ഉറഞ്ഞു പോയി. സ്വാഭാവികം. നാണമായിട്ട് നാണം കുടുങ്ങി ചിരിച്ചതാ. ഇട്ടുകൊടുക്കുന്നേ ഇങ്ങനെ ഇട്ടുകൊടുക്കാം. പടം വരച്ചോടാ. വരദരാജ മന്നാടിയാർ റെസ്റ്റ് എടുക്കുക. വരദരാജ മന്നാടിയാർ ഇവിടെ അളിയനെ ഒളിപ്പിച്ചു വെച്ചേക്കുക. ശേഷം സ്ക്രീനിൽ കൊള്ളാം. വരക്കണ്ടേ ബാക്കിയത്? വരക്കണം. എപ്പോ വരയ്ക്കും? വരക്കണമല്ലോ, എപ്പോഴേലേക്ക് വരക്കണമല്ലോ. വരച്ചിരിക്കും. എന്റെ അത് ഫാൻ ഏതാണ്ടൊക്കെ പറഞ്ഞു കേട്ടല്ലോ. അതെ, പിള്ളേർക്ക് ഈഗർലി വെയിറ്റിംഗ് എന്നൊക്കെയാ പറയുന്നത് രണ്ടുപേര്. ഇങ്ങനെ പിടിച്ചാൽ എങ്ങനെ ഉണ്ടോ ഇവിടെ? ഇപ്പൊ ചോറൊക്കെ ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും
എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നു. ഇവിടെ സാധനമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നീ എന്നാ പരിപാടി? ടൈംലൈൻ കാണിച്ചു തരാം. അല്ലെങ്കിൽ ടൈം ലൈനൊക്കെ ഭയങ്കര എഡിറ്റിംഗ് ഒക്കെയാണ്. വീട്ടിൽ നിങ്ങളോട് അമ്മ പറയുക ആ ചക്കയൊന്ന് വേണ്ടി തരാൻ. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ചക്ക തരാന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് കൂട്ടുകാരെ വിളിക്കണം. അപ്പൊ പിന്നെ അവര് പണി എടുത്തോളും. ഇതെല്ലാം നിനക്ക് തന്നെയാ. നീ മൊത്തം ഇരുന്ന് കഴിച്ചു. മൊത്തം എന്ന് പറഞ്ഞ നീ ഒരു കൈയുടെ അത്ര വലിപ്പമുള്ളൂ ചക്കയ്ക്ക്. നമ്മുടെ ഫിറോസിക്കൊക്കെ ചോദിക്കുന്ന പോലെ കേട്ട് കഴിഞ്ഞാൽ അത്ഭുതപ്പെടും. നല്ല ടേസ്റ്റ് ആണ്. ചക്ക വെട്ടി ഇന്നലെ പുഴുക്ക് വെച്ചത് 3 ആൾക്ക് 10-12 ചക്ക. എന്തോരം ഒരു ചക്ക ഇത്രയും വരും. ഇത്ര ഉണ്ടോ? ഒരു ചക്ക ഇത്രയും വലിപ്പത്തിന്റെ മാത്രല്ലെന്നേ, കൊള്ളൂലെന്നേ. ചക്കയുടെ പോലും ഇത്രേ ഉള്ളൂ. ഒയ്യാ ഇതെന്നാ ചക്ക അപ്പം? ബഡ്. ഓ ബഡാലേ. പണിയെടുക്കാനായിട്ട് വന്നിരുന്നിട്ട് ചീറ്റയും പരിപാടിയായിട്ട് നടക്കുക. ഏത്തപ്പഴം അപ്പറയുടെ റെസ്റ്റ് എടുക്കുക. ഏത്തപ്പഴം അല്ല, അല്ല ഇതിങ്ങനെ കിട്ടാൻ മതി. അല്ല, അതിന്റെ ഉരിഞ്ഞെടുക്ക. ഉരിഞ്ഞ് പിന്നെ And his name is John Cena. ഇതൊന്നും ഉരിഞ്ഞെടുക്കാമോ എന്ന് ചോദിച്ചാൽ ചെയ്യില്ല. അതില്ല ഞാൻ ഇവരെ കൊണ്ടുവന്നേക്കുന്നത്. പണിഞ്ഞും പറ്റുന്ന അങ്ങനത്തെ പണിയൊന്നും തന്നെ ലാശിച്ചു മോഹിച്ചു 25 കൊല്ലം കൂടി ഒരു പ്ലാവ് വെച്ച് ചക്ക ഉണ്ടായതാ സ്വന്തമായി. എനിക്ക് വേണ്ടി പോലും ഇത്ര നേരം കാത്തിരുന്നിട്ടില്ല. പക്ഷെ ഇത്ര നാളെ കാത്തിരുന്നിട്ടില്ല. വീട്ടിലെ അമ്മയതുപോലെ തന്നെ മറ്റേ ചക്ക ഒരുക്കുന്ന സമയത്ത് ഇരുന്ന് തിന്നും. എന്നിട്ട് ചക്കയെല്ലാം വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞത് മാറിയിരിക്കും. ഞാൻ പണ്ടങ്ങനെ I have done my job. You take the rest. എനിക്കറിയാതെ, അതുകൊണ്ട് ഞാൻ അത് ശ്രദ്ധിച്ച്. എന്റെ ജെട്ടിയല്ലേ പുറകെ കിടക്കുന്നത്. ഓ ബോയ്. ജോല അപ്പം പറ ഇന്നത്തെ ഇന്ന് അടിപൊളിയായിരുന്നു. ഇല്ലേ ഈ ഡയലോഗ് ഞാൻ എവിടെ കയറണ്ടല്ലോ. സെറ്റപ്പായിരുന്നു. വിക്കിയുടെ ബർത്ത്ഡേ നമ്മൾ അടിച്ചു വിളിച്ചു. ചിക്കൻ തലേ തൂങ്ങി കിടക്കായിരുന്നു ഗൈസ്. വിഘ്നേഷ് ബോയ് ആദ്യം 2 പൊറോട്ട വന്നു, പിന്നീട് 4 പൊറോട്ട വന്നു, പിന്നീട് 4 പിന്നെ അൺലിമിറ്റഡ് കള്ളപ്പം. ചിക്കൻ വന്നു. ഞാൻ വന്നതിന് ശേഷം ചിക്കൻ മൊത്തം സത്യം പല്ലിടക്കുന്നത് തട്ടിക്കളേ എല്ലും കഷ്ണം എടുത്ത് കളാണൊക്കെ. വളരെ അടിപൊളിയായി. പിന്നെ കളത്തിൽ വീരൻ അമ്പാടി നിഷ്കളങ്കത കൊണ്ട് ഒരപ്പവും ഓരോ അമ്പാടിയുടെ കൂടെ ശ്രാവൺസ് ആയിരിക്കും. സ്വന്തം ബർത്ത്ഡേ പറ്റി 2 വാക്ക്. ഇതുപോലെ പിഴച്ച ബർത്ത്ഡേ മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞ് ഇവിടെ വന്ന് എമ്മാരെ എന്നെ പൊടിച്ചു. നീ എന്തേലും പറ. വളരെ മികച്ച നല്ലൊരു ദിവസം. വയസ്സും കൂടെ കൂട്ടി പറഞ്ഞു. എന്റെ 28ാമത്തെ വയസ്സായിരുന്നു. അട്ടേ നാളെ കല്യാണം 32. പറ വേഗം പറ. എന്റെ 30 വേറൊരു കാര്യമുണ്ട്. ചെയിൻ കിട്ടി വാർത്തകൾ വിശദമായി. എടാ പറയാ അതിനൊരു പ്രത്യേക ഇമ്പോർട്ടൻസ് കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിന് സന്തോഷമൊക്കെയാണ്. സത്യം മെൻഷൻ ചെയ്യണ്ട. ഞാൻ പഴയ ഡോക്ടറിലെ വലിയ കലക്ക് ഞാൻ. പക്ഷെ സ്വന്തം പ്രേമത്തിന് മൂന്നില്ല. അതേ ലോകത്തിൽ വരരുത്. എടാ മഴ പെയ്യുന്ന നന്നായി. സ്ക്രീൻ മാറ്ററാ. ചേട്ടാ പാതിരാത്രി ഇത്ര വട്ടമൊക്കെ ഇട്ടോണ്ട് പോയി കഴിഞ്ഞാൽ ശരിയാവും. സഹകരിച്ച അമ്പാടി കളത്തിലേക്ക് വരേണ്ടത്. അമ്പാടി മഞ്ഞക്കിളി ഇതിന്റെ പല്ലിന്റെ ഇടയ്ക്ക് ഇറക്കിയെടുത്തതാ. അപ്പം ഇന്ന് നമ്മുടെ വിക്കിന്റെ ബർത്ത്ഡേ അവസാനിച്ചിരിക്കുകയാണ്. അതെ അടുത്തൊരു ബർത്ത്ഡേക്ക് ഇങ്ങനെ ഉണ്ടാകുമില്ലെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. പത്രം നല്ലതാണല്ലോ, അതുകൊണ്ട് ചില കേസുകൾ അകപ്പെടാൻ ചാൻസ് ഉണ്ട്. ഡോക്ടറില്ല സെക്ഷൻ നമ്പർ 1.
ഓക്കെ അല്ല ഓക്കെ മതി. അപ്പോ അടുത്തൊരു ക്ലാസ്സിന് അടുത്ത ക്ലാസ് വരെ ബൈ ബൈ. ഓക്കെ 1 2 3 ആവശ്യമില്ലടാ ഞങ്ങളുടെ സാധനം. ആണോ? ഓക്കെ അപ്പൊ ഓക്കെ ബൈ സൈനിങ് ഓഫ്. ഓക്കെ കിണ്ണ സാർ കിണ്ണ സാർ. ഓക്കെ ഇപ്പൊ നമുക്കൊരു ഔട്ട്രോയും കൂടെ പറയണ്ടേ? അതെ അത് വേണം. ഔട്ടോ തന്നെ പറയും. ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പം വീഡിയോയുടെ സാധനം ഒന്നും എടുത്തിട്ടുമില്ല. അതെ, പിന്നെ ഏറ്റവും ആദ്യം തന്നെ നമ്മൾ ഔട്ട്രോയും കൂടെ എടുത്ത് വെച്ചേക്കാണ്. അപ്പം ഇതുവരെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ അറിയാവുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ തല്ലിപ്പൊട്ടിക്കുക. അത് തന്നെ കമന്റ് ബിലോ. ഇനി സബ്സ്ക്രൈബ് ചെയ്യാൻ അറിയത്തില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് പറഞ്ഞാൽ മതി, നമ്മൾ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഓക്കെ ബൈ സൈനിങ് ഔട്ട്. അത് വേണ്ടായിരുന്നല്ലേ.